Good morning to all. Welcome to EduLine. So, നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് ബൈനറി സെർച്ച്. നമ്മൾ ഓൾറെഡി ലീനിയർ സെർച്ച് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബൈനറി സെർച്ച് ആണ്. സോ ബൈനറി സെർച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ആവറേജ് കേസ് ടൈം കോംപ്ലക്സിറ്റിയും വേർസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റിയും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യുന്നത് ഒരു സോർട്ടഡ് ലിസ്റ്റിലായിരിക്കണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന അറേ അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു സോർട്ടഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എന്തായിരിക്കണം? സോർട്ട് ചെയ്ത ഒരു ലിസ്റ്റ്. അപ്പൊ സോർട്ട് ചെയ്തിട്ടുള്ള ലിസ്റ്റിൽ മാത്രമേ നമുക്ക് ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ അറേ എന്ന് പറയുന്നത് സോർട്ടഡ് ആയിരിക്കണം. അറേ സോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബൈനറി സെർച്ച് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇപ്പൊ ഇവിടെ ഒരു അറേ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇതൊരു അറേ തന്നെയാണ്. അപ്പം ഇതെന്താണ്? ഇതൊരു അസെൻഡിങ് ഓർഡർ ആണ് അല്ലെ? 3, 8, 11, 17, 20 അങ്ങനെ. ഓക്കെ, അപ്പൊ ഇതൊരു സോർട്ടഡ് അറേ ആണ് തന്നിരിക്കുന്നത്. ഇത് A0 ആണ്. A0 എന്നുള്ള ഇൻഡെക്സ് ആണ്. സോ A0യിലാണ് 3 സേവ് ചെയ്തിരിക്കുന്നത്. ദെൻ A1, A2, A3 അപ് ടു A4 വരെ. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തുണ്ട്? 5 ഉണ്ട്. 5 എലമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ നമ്മുടെ അറേയുടെ കേസിൽ നമ്മൾ ഇൻഡെക്സ് പറയുമ്പോഴത്തേക്കിനും എന്താണ്? മാക്സിമം സൈസ് -1 ആണ് അറേയുടെ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അല്ലെ? അതായത് 5 - 1 4 വരും അല്ലെ? കാരണം ഇവിടെ 0 മുതൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് 4 ആണ് ഇവിടെ വരുന്നത് അല്ലെ? 4 ആണ് ലാസ്റ്റ് ഇൻഡെക്സ് വരുന്നത്. ഓക്കെ, അപ്പൊ 0 to 4 എന്ന് പറയുന്നത് 5 എലമെന്റ് എന്നാണ് അല്ലെ? 0 തൊട്ട് 4 ഇൻക്ലൂഡിങ് 0 നമ്മൾ 4 പറയുമ്പോഴത്തേനും എത്രയാണ്? 5 എലമെന്റ് വരും അല്ലെ? അപ്പൊ ഇവിടെ ടോട്ടൽ 5 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. ഈ സോർട്ടഡ് ലിസ്റ്റിന്റെ മിഡ് വാല്യൂ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. സോ മിഡ് വാല്യൂ കാണുന്നത് ഇങ്ങനെയാണ്: ലോവർ ബൗണ്ട് പ്ലസ് അപ്പർ ബൗണ്ട് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ ലോവർ ബൗണ്ട് പ്ലസ് അപ്പർ ബൗണ്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിഡ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഇതെവിടാണ് നമ്മുടെ ലോവർ ബൗണ്ട്? അതായത് A0. അപ്പൊ 0 ആണ് നമ്മുടെ ലോവർ ബൗണ്ട്. അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? A4. അതായത് 4 ആണ് നമ്മുടെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് 0 + 4 ഡിവൈഡഡ് ബൈ 2 വരും. അതായത് 2 ആണ് നമ്മുടെ മിഡ് വാല്യൂ വരുന്നത് അല്ലെ? അപ്പൊ 2 എന്ന് പറയുന്നത് A2. അപ്പൊ A2 അതായത് ഈ ഒരു പൊസിഷൻ ആണ് നമ്മുടെ മിഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം മിഡ് വാല്യൂ അല്ലെങ്കിൽ മിഡ് പൊസിഷനിൽ കിടക്കുന്ന ആക്ച്വൽ വാല്യൂ എന്താണ്? 11 ആണ് അല്ലെ? ഇനി നമ്മൾ നോക്കുന്നത്, നമുക്കിപ്പോൾ സപ്പോസ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഒരു എലമെന്റ് തരികയാണ്. ആ എലമെന്റ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു എലമെന്റ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നു. അപ്പൊ ഈ എലമെന്റ് നമ്മൾ ആ ഒരു അറയിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പം സപ്പോസ് എക്സ് ആണ് നമ്മുടെ സെർച്ചിങ് എലമെന്റ് എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? എക്സ് ലെസ് ദാൻ മിഡ് വാല്യൂ ആണോ നോക്കും. ഓക്കെ, അപ്പം എക്സ് ലെസ് ദാൻ മിഡ് വാല്യൂ ആണെങ്കിൽ എന്താ? സപ്പോസ് എനിക്ക് 8 ആണ് എന്റെ എക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മിഡ് വാല്യൂ കിടക്കുന്ന മിഡ് വാല്യൂനെക്കാട്ടിലും ചെറുതല്ലേ ഇത്? അതായത് ആ മിഡ് വാല്യൂയിൽ കിടക്കുന്ന ആക്ച്വൽ വാല്യൂനെക്കാട്ടിലും ചെറുതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ അല്ലെ? 8 എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പൊ ഞാൻ ആ ഒരു അറയുടെ ലെഫ്റ്റ് പോർഷൻ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യത്തുള്ളൂ. റൈറ്റ് പോർഷനിലോട്ട് നോക്കി എനിക്ക് ഒരിക്കലും 8 കിട്ടില്ല. കാരണം ഈ അറേ സോർട്ടഡ് അറയാണ് അല്ലെ? സോർട്ടഡ് അറേ ആകുമ്പോൾ നമുക്കറിയാം മിഡ് പൊസിഷനിൽ കിടക്കുന്നത് വാല്യൂ എന്ന് പറയുന്നത് 11 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ? ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാലേ എനിക്ക് ആ വാല്യൂനെ കിട്ടത്തുള്ളൂ. റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഒരിക്കലും എനിക്ക് ആ വാല്യൂനെ കിട്ടത്തില്ല. കാരണം 11 കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൂടിയാണ് വരുന്നത് റൈറ്റ് സൈഡിലേക്ക് അല്ലെ? കാരണം എന്താണ്? അറേ എന്ന് പറയുന്നത് സോർട്ടഡ് അറയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ അറേ സോർട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് പൊസിഷൻ മാത്രം ഇനി കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പർ ബൗണ്ടിനെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യും? ആ അറേ ഞാൻ ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ തവണയും ഞാൻ എന്ത് ചെയ്യുന്നു? ഓരോ തവണയും ഞാൻ ഇതുപോലെ മിഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഞാൻ അറയെ ചെറുതാക്കിക്കൊണ്ട് വരും അല്ലെ? അപ്പോൾ ഓരോ തവണയും അറേ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് നമുക്ക് ഫൈനലി നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആ എലമെന്റിനെ നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്. അതായത് ഓരോ തവണയും എന്ത് ചെയ്യും? കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുക. അപ്പൊ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ചെയ്യും ഓരോ തവണയും. ഓക്കെ, അപ്പൊ ഓരോ ടൈമിലും അറേ എന്ന് പറയുന്നത് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബൈനറി സെർച്ചിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു അൽഗോരിതം നോക്കാം. സോ ഇതാണ് ബൈനറി സെർച്ചിന്റെ അൽഗോരിതം. സോ ഇവിടെ ഈ അൽഗോരിതം നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ലോവർ ബൗണ്ട് 0 ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് n-1 ആണ്. ഓക്കെ, ലോവർ ബൗണ്ട് 0 ആണ്, അതായത് A0. ദെൻ അപ്പർ ബൗണ്ട് n-1, അതായത് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 5 ആണ്. അപ്പം 5 - 1 4 അല്ലെ? അപ്പൊ A4 ആണ് എന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് അല്ലെ? A4ലെ 4 ആണ് എന്റെ അപ്പർ ബൗണ്ട്, 0 ആണ് എന്റെ ലോവർ ബൗണ്ട്. ഓക്കെ, ഡണ്ണിനെ ഞാൻ ഫോൾസ് ആക്കി വെച്ചു.
ഇനി ഞാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്, വൈൽ ലോവർ ബൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ആൻഡ് ഡൺ ഇസ് ഈക്വൽ ടു ഫോൾസ്. അപ്പൊ ഇത് രണ്ടും കറക്റ്റ് ആകണം, ഈ രണ്ട് കണ്ടീഷനും കറക്റ്റ് ആകണം, എങ്കിൽ മാത്രമേ ഈ വൈൽ ലൂപ്പിനകത്ത് കയറാൻ പറ്റുള്ളൂ അല്ലെ. അതാണ് ഇവിടെ ആൻഡ് കൊടുത്തിരിക്കുന്നത്. ആൻഡിന്റെ പ്രത്യേകത അതാണ്, രണ്ട് കണ്ടീഷനും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ലൂപ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ആൻഡ് വെച്ച് ഈ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ലോവർ ബൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ബൗണ്ട് തന്നെയാണ്, ലോവർ ബൗണ്ട് 0 ആണ്, അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് വരും, അത് കറക്റ്റ് ആണ് അല്ലെ. അപ്പം ദെൻ ഡൺ ഫോൾസ് ആണ്, കാരണം മുകളിൽ ഞാൻ ഡൺ ഈക്വൽ ടു ഫോൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡൺ എന്താണ്, ഫോൾസ് ആണ് അല്ലെ. അപ്പൊ ഡു ചെയ്യാനാണ് പറയുന്നത്. എന്ത് ചെയ്യാനാണ് പറയുന്നത്, എം ഇസ് ഈക്വൽ ടു, അതായത് മിഡ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, എൽ പ്ലസ് യു ബൈ 2 അല്ലെ. അപ്പം ഞാൻ ഇത് ചെയ്തു, ലോവർ ബൗണ്ട് പ്ലസ് അപ്പർ ബൗണ്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് മിഡ് വാല്യൂ കിട്ടുന്നത്. സോ ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മിഡ് വാല്യൂ എന്ത് കിട്ടും, 0 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2 കിട്ടും, അതായത് 4/2 എന്ന് പറയുന്നത് 2 വരും അല്ലെ. അപ്പൊ 2 ആണ് എന്റെ മിഡ് വാല്യൂ, അതായത് എ ഓഫ് 2, ഈ ഒരു പൊസിഷൻ എന്റെ മിഡ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടെയുള്ള മിഡ് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, 11 ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ഇട്ടിട്ടുണ്ട്, അതായത് എല്ല് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടേക്കുന്ന ഒരു സിമ്പിൾ ആണ് ഇട്ടിരിക്കുന്നത് അല്ലെ. ഈ ഒരു മിഡ് വാല്യൂവിന്റെ രണ്ട് സൈഡിൽ മിഡ് വാല്യൂ കാണുന്ന ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഈ രണ്ട് സിമ്പിൾ കാണാം അല്ലെ. ഈ സിമ്പിൾ എന്ന് പറയുന്നത് ഫ്ലോർ വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലോർ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് എനിക്കിപ്പോൾ മിഡ് പൊസിഷൻ മിഡ് വാല്യൂ കാണുമ്പോൾ രണ്ടുകൂടെ ആഡ് ചെയ്തിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 2.7 അല്ലെങ്കിൽ 2.6 2.4 കിട്ടുവാണെങ്കിൽ ഞാൻ ഫ്ലോർ വാല്യൂ എടുക്കുള്ളൂ, അതായത് അതിനെ പുറകിലേക്ക് റൗണ്ട് ചെയ്യും. ഇപ്പൊ എനിക്ക് 2.3 ആണ് കിട്ടുന്നതെങ്കിൽ ഞാൻ 2 എന്ന് മാത്രമേ എടുക്കുള്ളൂ, 2 ആയിരിക്കും എൻ്റെ മിഡ് വാല്യൂ. ഓക്കെ, ഇനിയിപ്പം ചിലപ്പം എനിക്ക് 2.5 കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും, 2 ആയിരിക്കും എൻ്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ബാക്കിലേക്ക് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ പുറകിലേക്ക് ഞാൻ റൗണ്ട് ചെയ്യുന്നതിനാണ് ഈ ഫ്ലോർ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഈ സിമ്പിൾ യൂസ് ചെയ്യുന്ന ഫ്ലോർ വാല്യൂ എന്നാണ്. ഓക്കെ, ഫ്ലോർ വാല്യൂ എന്നാണ് ഈ സിമ്പിൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഒന്ന് പുറകിലേക്ക് റൗണ്ട് ചെയ്യാൻ, കറക്റ്റ് ആയിട്ട് പുറകിലേക്ക് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് 2.3 കിട്ടിയാൽ 2 എടുക്കുള്ളൂ, 2.5 കിട്ടിയാലും 2 എടുക്കുള്ളൂ, 2.6 കിട്ടിയാലും 2 ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഫ്ലോർ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ അങ്ങനെ പോയിന്റ് ഒന്നും വന്നിട്ടില്ല, ആക്ച്വലി എനിക്ക് കറക്റ്റ് ആയിട്ട് തന്നെ 2 എന്നുള്ള വാല്യൂ കിട്ടി അല്ലെ. അപ്പൊ എന്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് എം എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി എനിക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കെ എന്ന് പറയുന്നത് 8 ആണെന്ന് വിചാരിക്കുക, അതായത് 8 എന്ന എലമെന്റിനെയാണ് എനിക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ലെറ്റ് കെ ഈസ് ഈക്വൽ ടു 8, കെ 8 ആണെന്ന് വിചാരിക്കുക. കെ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട്, കെ ഈസ് എ സെർച്ചിങ് എലമെന്റ്. ഓക്കെ, സോ ഞാൻ സെർച്ച് ചെയ്യുന്ന എലമെന്റ് കെ 8 ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കുന്നു, കെ ഗ്രേറ്റർ ദാൻ കെ എം ആണോ നോക്കുന്നു അല്ലെ. കെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കെ എം ഈസ് ദ കീ വാല്യൂ ഓഫ് മിഡ് പൊസിഷൻ. മിഡ് പൊസിഷന്റെ കീ വാല്യൂ ആണ് കെ എം. അപ്പൊ മിഡ് പൊസിഷൻ എന്ന് പറഞ്ഞ കീ വാല്യൂ എന്താണ്, കെ എം എന്ന് പറഞ്ഞ 11 ആണ് അല്ലെ. അപ്പം കെ എം 11ഉം കെ എന്ന് പറഞ്ഞ 8ഉം. സോ 8 ഗ്രേറ്റർ ദാൻ 11 ആണോ നോക്കും, അല്ല അല്ലെ. ഇനി വീണ്ടും നോക്കുന്ന എൽസിഎഫ് 8 ഈക്വൽ ടു കെ എം ആണോ, അല്ലെങ്കിൽ 8 ഈക്വൽ ടു 11 ആണോ നോക്കും, അതുമല്ല. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് എൽസേ വർക്ക് ചെയ്യുള്ളൂ അല്ലെ. 8 ലെസ് ദാൻ ആണ് അല്ലെ 11 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പർ ബൗണ്ട് ഇസ് ഈക്വൽ ടു എം മൈനസ് 1. അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ബാക്കിലേക്ക് വരും, അതായത് എം മൈനസ് 1 ചെയ്യും അല്ലെ. മിഡ് വാല്യൂ എം എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ ആണ്, -1 വരും അല്ലെ. അപ്പൊ മിഡ് പൊസിഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ് കിട്ടിയത്. അപ്പൊ 2 - 1 1 വരും. അപ്പം അപ്പർ ബൗണ്ട് 1ലേക്ക് വരും, അതായത് എ ഓഫ് 1ലേക്കായിരിക്കും. ഈ അപ്പർ ബൗണ്ട് ഇവിടെ നിന്ന് മാറി എ ഓഫ് 1ലേക്ക് വരും. ഓക്കെ, അപ്പം എന്ത് ചെയ്യും, അപ്പർ ബൗണ്ട് ബാക്കിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എ ഓഫ് 0യും അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എ ഓഫ് 1ഉം ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ തവണ എന്ത് ചെയ്യും, ഈ അറേ എന്ന് പറഞ്ഞാൽ ചെറുതായിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ അപ്പർ ബൗണ്ടിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഓക്കെ, അതിനനുസരിച്ച് കൂടുതലാണ് ലോവർ ബൗണ്ടിനെ അങ്ങോട്ടാക്കും, കുറവാണ് അപ്പർ ബൗണ്ടിനെ ഇങ്ങോട്ടാക്കും. ഓക്കെ, അത് നമ്മൾ അനുസരിച്ചിട്ട് നമ്മൾ അറേ എന്ത് ചെയ്യും, ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എ ഓഫ് 1ഉം വരും, ലോവർ ബൗണ്ട് എ ഓഫ് 0യും വരും. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പം അപ്പർ ബൗണ്ട് പ്ലസ് ലോവർ ബൗണ്ട് ഡിവൈഡഡ് ബൈ 2 വരും, അതായത് 0 + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലെ. അപ്പൊ 0 + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴത്തേന് നമുക്കൊരു ആൻസർ കിട്ടും ഇല്ലേ. അപ്പം എന്ത് കിട്ടും, 0.5 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എടുക്കുക, 0.5 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ 0 എന്നുള്ള വാല്യൂ ആണ് എടുക്കുന്നത് അല്ലെ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, കെ ഗ്രേറ്റർ ദാൻ കെ എം ആണോ, അല്ലെങ്കിൽ കെ ഈക്വൽ ടു കെ എം ആണോ എന്നുള്ളത് നോക്കുന്നു അല്ലെ. അപ്പൊ കെ ഗ്രേറ്റർ ദാൻ കെ എം ആണോ നോക്കുന്നു. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്, കെ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു എന്താണ്, ഈ ഒരു 0 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ നോക്കുന്നത് കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 8 ഗ്രേറ്റർ ദാൻ 3 ആണോ നോക്കും. 0യിൽ കിടക്കുന്ന വാല്യൂ 3 അല്ലെ, 8 ഗ്രേറ്റർ ദാൻ 3 ആണോ നോക്കും, കറക്റ്റ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ലോവർ ബൗണ്ട് ഇസ് ഈക്വൽ ടു m + 1 ചെയ്യും അല്ലെ. അപ്പൊ ലോവർ ബൗണ്ടിനെ ഇവിടുന്ന് ഒന്ന് അങ്ങോട്ട് മാറ്റും.
ഓക്കെ, അപ്പൊ ലോവർ ബൗണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി, വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇത് നോക്കിയിട്ട് ഇപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റ് നമുക്ക് 8 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അപ്പൊ ഈ ഒരു 1 എന്നുള്ള പൊസിഷനിൽ കിടക്കുന്ന 8 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ തവണയും നമ്മൾ ഇവിടെ അറേ എന്ത് ചെയ്യാണ്, ഓരോ തവണയും നമ്മൾ അറേ ഇവിടെ ചെറുതാക്കി കൊണ്ടുവരികയാണ് അല്ലെ. അപ്പൊ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കോംപ്ലക്സിറ്റി അതിനനുസരിച്ച് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇതിന്റെ ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1 തന്നെയാണ്. ഇനി വേർസ്റ്റ് കേസും ആവറേജ് കേസും ആണ് എന്ത് ചെയ്യുക, ഇവിടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ തവണയും സെർച്ച് ചെയ്യുന്ന സമയത്ത് സെർച്ച് സ്പേസ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അതായത് ഫസ്റ്റ് ബൈസെക്റ്റിൽ n/2 n ആണ് ലെങ്ത് എങ്കിൽ n/2 എന്നായിരിക്കും വരിക. സെക്കൻഡ് ബൈസെക്റ്റിൽ n/2 സ്ക്വയർ എന്ന് വരും. ദെൻ ith ബൈസെക്ഷനിൽ സെർച്ച് സ്പേസ് എന്ന് പറയുന്നത് n/2 വരും അല്ലെ. അപ്പൊ ഫൈനലി സെർച്ച് സ്പേസ് എന്ന് പറയുന്നത് എന്ത് വരും, 1 വരും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇഫ് n/2 is equal to 1 ആണെങ്കിൽ ദെൻ നമുക്ക് L is equal to എന്ത് വരും, log of order of log n to the base 2. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്താ വേർസ്റ്റ് ആൻഡ് ആവറേജ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതായത് ഓർഡർ ഓഫ് log n to the base 2. ഓക്കെ, അപ്പം നമ്മുടെ ബെസ്റ്റ് കേസ് എന്ന് പറയുന്ന ഓർഡർ ഓഫ് 1ഉം വേർസ്റ്റ് കേസ് അല്ലെങ്കിൽ വേർസ്റ്റ് കേസും ആവറേജ് കേസും ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ ഓഫ് log n to the base 2 ആണ്. സോ അതെങ്ങനെ കിട്ടിയെന്നുള്ളതിന്റെ ആ ഒരു പ്രൂഫാണ് ഈ താഴെ കിടക്കുന്നത്. ആ log n to the base 2 എന്നുള്ളത് കിട്ടിയത് എങ്ങനെയെന്നുള്ള പ്രൂഫാണ് ഇവിടെ കിടക്കുന്നത്. സോ ഇത് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാരണം ഇത് രണ്ട് സൈഡിൽ നമ്മൾ ലോഗ് എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് വേർസ്റ്റ് കേസും ആവറേജ് കേസും ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് log n to the base 2. ഇനി ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1 ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബൈനറി സെർച്ച് അൽഗോരിതം അതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് എക്സാമിന് ചോദിക്കാം, ബൈനറി സെർച്ച് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അൽഗോരിതം ഇട്ട് അതിന്റെ ടൈം കോംപ്ലക്സിറ്റീസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ബൈനറി സെർച്ച് അൽഗോരിതത്തിന്റെ വേർസ്റ്റ് കേസ് അല്ലെങ്കിൽ ആവറേജ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് log n to the base 2 ആണ് ഈ ഒരു ടൈം കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ വേർസ്റ്റ് കേസും ആവറേജ് കേസും. ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1 ആണ്. അപ്പം ബെസ്റ്റ് കേസ് ഓർഡർ ഓഫ് 1 വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് പൊസിഷൻ നമ്മൾ മിഡ് കാണുമ്പോൾ അവിടെ കിടക്കുന്ന വാല്യൂ തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ അതാണ് ഓർഡർ ഓഫ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഓർഡർ ഓഫ് 1 എന്ന് പറയുന്നത്. ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും അല്ലെ. ആദ്യം നമ്മൾ മിഡ് പൊസിഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുക അല്ലെ, മിഡ് വാല്യൂ ആണ് കണ്ടുപിടിക്കുക. അപ്പൊ മിഡ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ആ മിഡ് വാല്യൂവിൽ കിടക്കുന്ന വാല്യൂ തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂ എങ്കിൽ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. അപ്പൊ അതേ വാല്യൂനെ തിരിച്ച് റിട്ടേൺ ചെയ്ത് എടുത്താൽ മതി അല്ലെ. അതുകൊണ്ടാണ് ബെസ്റ്റ് കേസിനെ നമ്മൾ അങ്ങനെ പറയുന്നത്. അതാണ് ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് 1 വരും. ഓക്കെ, സോ ഇതാണ് ബൈനറി സെർച്ചിങ്. താങ്ക് യു.